പുലരി TV സിനിമ അവാർഡ്സ് 2024 ആണ് അടുത്തത്. സമ്മാനിക്കുവാനായി ശ്രീ സുരേഷ് ഉണ്ണിത്താൻ, ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ രണ്ടുപേരെയും വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. പുലരി TVയുടെ MD ശ്രീ ഗിട്രസ് യോഹന്നാൻ അദ്ദേഹത്തെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സിനിമ അവാർഡ്സ് 2024. ബെസ്റ്റ് ഫിലിം ഒറ്റമരം, പ്രൊഡ്യൂസർ ബിനോയ് ജോസഫ്. എല്ലാവർക്കും നമസ്കാരം. നന്ദി പുലരി TV, നന്ദി പ്രിയ പ്രേക്ഷകർ. എൻ്റെ സിനിമയ്ക്ക് ഇതുപോലൊരു അവാർഡ് നേടുവാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. എൻ്റെ ഈ സിനിമയുടെ ക്രൂ മെമ്പേഴ്സിന് ഞാൻ ഈ അവാർഡ് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ബാബു നമ്പൂതിരി സാർ എന്നോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിൻ്റെയും എൻ്റെ കൂടെ പ്രവർത്തിച്ച മറ്റ് കലാകാരന്മാരുടെ എല്ലാം പ്രോത്സാഹനം കൊണ്ടാണ് എനിക്ക് ഇത്തരത്തിലുള്ള അവാർഡ് ലഭിച്ചത്. അതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് 4 അവാർഡാണെന്ന് മൊത്തത്തിലുള്ളത്. ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്ത ആനന്ദ് ബാബു. എല്ലാവർക്കും ഒരിക്കൽ കൂടി, ഇതിൻ്റെ ജൂറി മെമ്പേഴ്സിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ശ്രീ ബിനോയ് ജോസഫ്. അടുത്തതായി ബെസ്റ്റ് എൻവയോൺമെൻറ്റ് ഫിലിം ഇരവൻ, പ്രൊഡ്യൂസർ അതുൽ ടൈറ്റസ്. പരിസ്ഥിതി സൗഹൃദ ചിത്രം, അതുലിൻ്റെ അമ്മ പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. പരിസ്ഥിതി സൗഹൃദ ചിത്രം ഇരവൻ. ബെസ്റ്റ് ഡയറക്ടർ ബിനോയ് വെള്ളൂർ. ഫിലിം ഒറ്റമരം. ഒറ്റമരത്തിൻ്റെ 2ാമത്തെ പുരസ്കാരം. ബെസ്റ്റ് ആക്ടേഴ്സ് 2 പേരാണ്. ആദ്യമായി ശ്രീ ഇന്ദ്രൻസ്, ഫിലിം ജമാലിൻ്റെ പുഞ്ചിരി. അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ടി ജമാലിൻ്റെ പുഞ്ചിരി എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ ശ്രീ വിക്കി തമ്പി പുരസ്കാരം ഏറ്റുവാങ്ങുകയാണ്. മികച്ച നടൻ ശ്രീ ബാബു നമ്പൂതിരി. ചിത്രം ഒറ്റമരം. 100 കണക്കിന് ചിത്രങ്ങളിലൂടെ നിരവധി കഥാപാത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച് ഇപ്പോഴും തൻ്റെ അഭിനയ സബര്യ തുടരുന്ന ശ്രീ ബാബു നമ്പൂതിരി ഒറ്റമരം എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുകയാണ്. ശ്രീ സുരേഷ് ഉണ്ണിത്താൻ, ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ എന്നിവർ ചേർന്ന് പുരസ്കാരം സമ്മാനിക്കുന്നു. ശ്രീ ബാബു നമ്പൂതിരി. ബെസ്റ്റ് ആക്ട്രസ് അങ്കിത വിനോദ്. ഫിലിം മായമ്മ. അങ്കിത 2 വാക്ക് സംസാരിക്കുന്നതാണ്. നമസ്കാരം. നല്ല ടെൻഷനുണ്ട്, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ പുലരി TV എല്ലാ മെമ്പേഴ്സിനും ജൂറി മെമ്പേഴ്സിനും ഒരുപാട് നന്ദി. മായമ്മ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത രമേശ് സാറിനും ഇന്ന് അവാർഡ് കിട്ടുന്നുണ്ട്. ഇത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു സിനിമയാണ്.
നായികയായിട്ട് അഭിനയിച്ച ആദ്യത്തെ സിനിമയാണ്. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം. എന്തായാലും എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്നറിയാം. ഒരുപാട് സന്തോഷമുണ്ട്. ഈ അക്സെപ്റ്റൻസ് ആണ് ഏറ്റവും വലുത്. താങ്ക് യു ആൾ. ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് അഭിജിത്ത് വയനാട്. അഭിജിത്തിന് വേണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് ഗേൾ അഗ്ന റോസ്. ഫിലിം ആമുഖങ്ങൾ. ഹായ്, ഞാൻ ആഗ്ന റോസ്. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനൊരു അവാർഡ് കിട്ടാൻ സാധിച്ചതിലൊക്കെ പുലരി ടി വിനോടും ഒക്കെ ഞാൻ നന്ദി പറയാണ്. ആൻഡ് എൻ്റെ ഫാമിലി, അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ടർ, ക്രൂ മെമ്പേഴ്സ്, എവറി വൺ, താങ്ക് യു സോ മച്ച്. ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. വേറെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഐ എം സോ താങ്ക്ഫുൾ to everyone, to God, and thank you everyone. Thank you, Agna Rose. അടുത്തതായി വിനോദ് രാജൻ. ബെസ്റ്റ് ന്യൂ ഫേസ്. ഫിലിം ഡയൽ 100. പ്രിയമുള്ളവരെ, സത്യം പറഞ്ഞാൽ മനസ്സ് സന്തോഷം കൊണ്ട് അങ്ങ് നിറയുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സിനിമയ്ക്ക് എനിക്കൊരു അവാർഡ് കിട്ടുന്നത്. അത് ആദ്യ സിനിമയിലൂടെ തന്നെ ഒരു പുതുമുഖത്തിലുള്ള അവാർഡ് കിട്ടിയതിൽ വളരെയധികം സന്തോഷം. ഇതിനെന്നെ തിരഞ്ഞെടുത്ത പുലരി ടി വിയുടെ ജൂറി മെമ്പേഴ്സിനും പുലരി ടി വിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീ വിനോദ് രാജൻ. ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി സാംലാൽ പി തോമസ്. ഫിലിം ഞാനും പിന്നൊരു ഞാനും. സാമിന് ചേരാൻ സാധിച്ചിട്ടില്ല. സാമിൻ്റെ മക്കളാണ് ആൻമറിയ സാം ആൻഡ് ഫെബ സാം. രണ്ടുപേരും ഏറ്റുവാങ്ങുകയാണ്. ഇന്ന് പുരസ്കൃതനായ ശ്രീ ഇന്ദ്രൻസ് ചേട്ടന് കേന്ദ്ര സംസ്ഥാന അവാർഡുകൾ നേടിക്കൊടുത്ത ആളൊരുക്കം എന്ന ചിത്രത്തിൻ്റെ കൂടെ സിനിമാറ്റോഗ്രാഫറാണ് സാംലാൽ പി തോമസ്. സാമിൻ്റെ മക്കളാണ് പുരസ്കാരം ഏറ്റുവാങ്ങുന്നത്, ആൻമറിയ ആൻഡ് ഫെബ. ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് രണ്ടുപേരാണ്. രാജേഷ് വിജയ്. ഫിലിം മായമ്മ. രാജേഷ് വിജയ് കറുപ്പിനഴക് എന്ന കോളേജ് കുട്ടികളെ ആവേശം കൊള്ളിച്ച ഗാനം. ഞാനെന്താ പറയാനാണ്. താങ്ക്സ് ടു പുലരി ടി വി. ഇത് ഞാൻ എൻ്റെ ഫാമിലിക്കും പാരൻസിനും ഡെഡിക്കേറ്റ് ചെയ്യാണ്. താങ്ക്സ് ടു രമേശ് ജി. പിന്നെ എനിക്ക് ഇതിലൊരു വളരെ സ്പെഷ്യലായിട്ടുള്ളത്, ഞാൻ കോളേജ് കഴിഞ്ഞ് സ്റ്റേജ് ഷോ കഴിഞ്ഞു, ആൽബം തുടങ്ങി. അങ്ങനെ എന്നെ ഫസ്റ്റ് ഒരു ടി വി ആൽബത്തിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പ്രമോദേട്ടനാണ്, കൈരളി ടി വിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, റോണി ഇരിക്കുന്നത് എൻ്റെ ജൂനിയർ കോളേജിൽ. ഞാൻ റോണിയുടെ ഒരുപാട് എന്താ പറയുക ആഡും എല്ലാം പാടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് വളരെ സന്തോഷമുള്ളത്, ഈ അവാർഡ് ഷെയർ ചെയ്യുന്നത് എൻ്റെ ക്ലാസ്മേറ്റ് കൂടിയായ ചന്ദ്രബാബുവാണ്. സന്തോഷം. താങ്ക് യു സാറിന്. റോണിയുടെ സാന്നിധ്യത്തിൽ ഡോക്ടർ പ്രമോദ് പയ്യന്നൂരിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങാൻ സാധിച്ചു, ഒപ്പം ഉണ്ണിത്താൻ സാറിൽ നിന്നും. താങ്ക് യു രാജേഷ് വിജയ്. അടുത്തതായി ഡോക്ടർ വാഴമുട്ടം ചന്ദ്രബാബു. ഫിലിം സമാന്തര പക്ഷികൾ.
എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമാണ് കരിച്ച ഗാനരചയിതാവായ പ്രഭാകർ സാറിൻ്റെ സാന്നിധ്യത്തിൽ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നത്. ഈ ചിത്രത്തിൻ്റെ നമ്മൾ പ്രേംനസീർ സുസ്മതിയാണ് നിർമ്മിച്ചത്. അതിൻ്റെ സെക്രട്ടറിയൊക്കെ ഇരിപ്പുണ്ട്. എല്ലാവരും എല്ലാ കൂട്ടായ്മയിലും പുലരി TV ഞങ്ങളെയും പരിഗണിച്ചതിൽ വളരെ സന്തോഷം. പ്രത്യേകിച്ച് വർമ്മ സാറിൻ്റെ സാന്നിധ്യത്തിൽ നന്ദി, നമസ്കാരം. ബെസ്റ്റ് ലിറിസിസ്റ്റ് ശ്രീ പ്രഭാവർമ്മ. ചിത്രം സമാന്തര പക്ഷികൾ. പുലരി TV സിനിമ അവാർഡ്സ് 2024 മികച്ച ഗാനരചയിതാവ് ശ്രീ പ്രഭാവർമ്മ. ചിത്രം സമാന്തര പക്ഷികൾ. ബെസ്റ്റ് മെയിൽ പ്ലേബാക്ക് സിംഗേഴ്സ് 2 പേരാണ്. എം രാധാകൃഷ്ണൻ, ഫിലിം ജമാലിൻ്റെ പുഞ്ചിരി. ശ്രീ എം രാധാകൃഷ്ണൻ ദൂരദർശൻ്റെ ആദ്യകാല ലളിതഗാനങ്ങളിലൂടെ സുപരിചിതമായ മുഖമാണ് അദ്ദേഹത്തിൻ്റേത്. ഗാനങ്ങൾ പ്രമോദ് പയ്യഞ്ചിയുടെയും പയ്യന്നൂരിൻ്റെയും സുരേഷ് സാറിൻ്റെ അടുത്തേക്കും വളരെ സന്തോഷമുണ്ട്. ഈ അവാർഡ് പുലരി അവാർഡ് കിട്ടിയതിൽ വളരെ എന്താ പറയുക, ഒരുപാട് ഈ ചെറിയ ചെറിയ അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊരു വലിയ അവാർഡായിട്ട് ഞാൻ കാണുന്നു. ദൈവാധീനം. ഈ സുരേഷ് ഉണ്ണ സാറിൻ്റെ അടുത്തേക്കുമ്പോഴൊരു പാട്ട് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ നമ്മളെ വിട്ടുപോയ അദ്ദേഹത്തിൻ്റെ ബ്രദർ സോമശേരൻ ചേട്ടൻ സംഗീതം ചെയ്ത പുളിയിലക്കരയോലും പുടവ ചുറ്റേ കൊള്ളിർ ചന്ദനത്തോടുകൂടി ചാർത്തി നാഗഭണ തിരുമുടിയിൽ നഗ്നരാഗമനോജ്ഞമാം പൂതിരുകി സുസ്മിതേ നീ വന്നു, ഞാൻ വിസ്മയനേത്രനായി നിന്നു. താങ്ക് യു സാർ. നന്ദി ശ്രീ എം രാധാകൃഷ്ണൻ. ബെസ്റ്റ് മെയിൽ പ്ലേബാക്ക് സിംഗേഴ്സ് 2 പേരാണ്. ശ്രീ അലോഷ്യസ് പെരേര, ഭീമനർത്തകി എന്ന ചിത്രത്തിലൂടെ. ശ്രീ അലോഷ്യസ് പെരേര, ഫിലിം ഭീമനർത്തകി. ഒരുപാട് നന്ദി. ആദ്യമേ പുലരി TV മാനേജ്മെൻറ്റിനോടും ജൂറി മെമ്പേഴ്സിനോടും, പിന്നെ എന്നെ ഈ ഫിലിമിൽ ഈ അവാർഡിന് അർഹനാക്കി ഈ ഫിലിമിൽ പാടാനായിട്ട് അവസരം തന്ന എൻ്റെ ഡയറക്ടർ സന്തോഷ് സൗവർണിക സാർ ഇവിടെ ഉണ്ട്, സജീവ് കാട്ടായിക്കോണം സാറുണ്ട്, പിന്നെ ഏറ്റവും അടുത്ത സുഹൃത്തായ റോണി റാഫേൽ സാറ്, അങ്ങനെ നിരവധി പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ നമ്മുടെ അജയ് തുണ്ടത്തിലുണ്ട്. എല്ലാവരുടെയും മുന്നേ ഈ ഒരു അവാർഡ് വാങ്ങാൻ എനിക്ക് അവസരം ലഭിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു. ആ സിനിമയിൽ ഒരു 2 വരി പാട്ട് ഞാൻ പാടാം. സ്വപ്നങ്ങൾ മോഹങ്ങൾ സ്വർഗവും നരകവും പണിയുന്ന മനസ്സേ, ഈ മാംസക്കൂട്ടിൽ നീ എവിടിരിപ്പൂ എവിടിരിപ്പൂ, ഇത്തിരി പോന്നൊരി തലയോട്ടിക്കുള്ളിലോ ഹൃദയമാ പൊയ്കതൻ ആഴത്തിലോ ആഴത്തിലോ. നന്ദി, നമസ്കാരം. താങ്ക് യു. ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ ശ്രീമതി അഖില ആനന്ദ്. ചിത്രം മായമ്മ. അഖില ഇവിടെ ഇല്ല, അതിനു പകരം ശ്രീ ശ്യാം സായി, അഖിലയുടെ ഹസ്ബൻഡ്, പുരസ്കാരം ഏറ്റുവാങ്ങുകയാണ്.
ബെസ്റ്റ് മേക്കപ്പ് ശ്രീ പ്രദീപ് വൺപകൽ, ഫിലിം ഭീമനർത്തകി. ബെസ്റ്റ് സൗണ്ട് മിക്സിംഗ് ആനന്ദ് ബാബു, ഫിലിം ഒറ്റമരം. ഒറ്റമരത്തിനും പുരസ്കാര പെരുമഴയാണ്. നിരവധി പുരസ്കാരങ്ങളാണ് ഒറ്റമരം നേടിയിരിക്കുന്നത്. ബെസ്റ്റ് സിനിമ PRO ശ്രീ അജയ് തുണ്ടത്തിൽ. സിനിമ PRO, ഫെഫ്ക PRO യൂണിയൻ പ്രസിഡന്റ്, ഫിലിം സെൻസർ ബോർഡ് മെമ്പർ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ കൂടിയാണ് ശ്രീ PRO ശ്രീ അജയ് തുണ്ടത്തിൽ. അദ്ദേഹത്തിനാണ് മികച്ച സിനിമ PROയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പുലരി TV 2024 സിനിമ അവാർഡ്സിൽ. ശ്രീ അജയ് തുണ്ടത്തിൽ 2 വാക്ക്. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ചരിത്രത്തിൻ്റെ ഭാഗമാവുക എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. എന്തെന്ന് അങ്ങനെ പറയാൻ കാര്യം, ആദ്യത്തെ ചലച്ചിത്ര അവാർഡാണ് ഈ പുലരി TV ഇപ്പം ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ മികച്ച PRO ആകാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൻ്റെ ഭാഗമാവുക. അതുപോലെ തന്നെ എന്നോടൊപ്പം ഈ സിനിമാ അവാർഡുകൾ നേടിയവരെല്ലാവരും ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ്. ഒപ്പം ടെലിവിഷൻ അവാർഡ് നേടിയവർ, അതെല്ലാം ഫസ്റ്റ് ടൈമാണ്. ഇപ്പോൾ പുലരി TVയുടെ ആദ്യത്തെ അവാർഡിൽ ഇങ്ങനൊരു അവാർഡ് കൈപ്പറ്റാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. കാരണം ഈ പുലരി TVയുടെ പിന്നിൽ അപൂർവ സഹോദരങ്ങളാണ്. കാരണം മിസ്റ്റർ ജോളിമസും മിസ്റ്റർ ജിട്രസും രണ്ടുപേരും ബ്രദേഴ്സാണ്. പക്ഷേ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ പെരുമാറാറുള്ളത്. ഒരിക്കലും ഒരു ബ്രദർലി ഇതല്ല, വളരെ അടിപൊളിയായിട്ടാണ് ഇവർ രണ്ടുപേരും പെരുമാറുന്നത്. രണ്ടുപേരുടെയും കൂട്ടായ എഫർട്ടാണ് എന്തായാലും ഇങ്ങനൊരു ഫംഗ്ഷനിൽ വരാനും അവാർഡ് വാങ്ങാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുരേഷ് ഉണ്ണിത്താൻചേട്ടൻ, പ്രമോദ് ജി, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. ഡിബറ്റ് ഫിലിം ഡയറക്ടേഴ്സ് ശ്രീ രമേഷ് കുമാർ കോറമംഗലം, ഫിലിം മായമ്മ. ചലച്ചിത്ര സംവിധാനത്തിലൂടെ ആദ്യമായി പുരസ്കാരം ഏറ്റുവാങ്ങുന്നു ശ്രീ രമേഷ് കുമാർ കോറമംഗലം, ഫിലിം മായമ്മ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പുലരി TVയുടെ ഈ ഒരു അവാർഡ് സത്യത്തിൽ ഈ സിനിമാ മേഖലയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ആദ്യത്തെ അവാർഡാണ്. നേരത്തെ ചെയ്തിട്ടുള്ള ചില ഷോർട്ട് ഫിലിമുകൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും സിനിമയ്ക്ക് ആദ്യമായിട്ട് കിട്ടുകയാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്ത സിനിമ. അതിന് പുലരി TVയോടും അതിൻ്റെ പിന്നണിയിലുള്ള ഓരോരുത്തരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. അതിനോടൊപ്പം ഞാൻ ഇന്ന് ഈ വേദിയിൽ ഈ ഒരു അവാർഡ് നേടുന്നതിന് കാരണക്കാരായ 2 പേരും കൂടെ ഉണ്ട്. ഒന്ന് വിളിച്ചോട്ടെ. ശ്രീ അനിൽ കഴക്കൂട്ടം, നവീൻ K. സാജ്. നവീന് ശാരീരികമായിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അവിടെ നിൽപ്പുണ്ട്, വരണ്ട. ഇവർ 2 പേരുമാണ് സത്യത്തിൽ എന്നെ സംവിധായകനാക്കിയത്. അതിൻ്റെ വിശദാംശങ്ങളൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. പിന്നെ ദൈവത്തിന് നന്ദി, ഗുരുക്കന്മാർക്ക് നന്ദി, പുലരി TVക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അനിൽ സാറിൻ്റെ കയ്യിൽ മൈക്ക് കൊടുക്കുകയാണ്. സന്തോഷം, ഇതാണ് പറയാനുള്ളത്. മായമ്മ എന്ന സിനിമയുടെ ഓരോ മേഖലയിലും പ്രവർത്തിച്ച ഓരോരുത്തർക്കുമായിട്ട് ഞാൻ ഈ അവാർഡ് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. നന്ദി, നമസ്തേ. നന്ദി ശ്രീ രമേഷ് കുമാർ കോറമംഗലം. ശ്രീ രാഹുൽ കൈമല, ഫിലിം ചോപ്പർ.
ആദ്യ ചിത്രത്തിലൂടെ മികച്ച സംവിധായകനായി ശ്രീ രാഹുൽ കൈമല. നമസ്കാരം. താങ്ക്സ് പുലരി ടി വി എൻ്റെ പേരൻസിനും എൻ്റെ കുടുംബത്തിനും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത്, നാടകത്തിനു വേണ്ടി ജീവിതം ത്യജിച്ച 88 വയസ്സുള്ള നിലമ്പൂർ ആയിഷയുടെ ജീവിതമാണ് ഈ ചോപ്പ് എന്ന സിനിമ. അവർക്ക് കൂടി ഈ സിനിമ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. നന്ദി. അടുത്തതായി ബെസ്റ്റ് റിലീജിയസ് യൂണിറ്റി ഫിലിം ഡയറക്ടർ ലാൽജി ജോർജ്, ഫിലിം ഋതം. സർവാദരണീയരായ ഓഡിയൻസ്, ജൂറി മെമ്പേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. പുലരി ടി വി എന്ന സ്ഥാപനം ജോളിമസ് ഡയറക്ടറുടെയും CEO ആയ ജിട്രസ് യോഹന്നാൻ്റെയും കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇതുപോലെ ചിട്ടയായി ഒരു അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞത്. കഴിഞ്ഞ വർഷത്തെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, അതിഗംഭീരമായി നടത്തിയ ഒരു അവാർഡ് ദാന ചടങ്ങായിരുന്നു. ഈ വർഷം എനിക്കും അതിൽ പങ്കുചേരുവാൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് പുലരി ടി വിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ ലാൽജി ജോർജ്. അടുത്തതായി ബെസ്റ്റ് ആനിമേഷൻ ഫിലിം ഡയറക്ടർ അഗസ്തി PK, ഫിലിം കുണ്ടൻ സാത്തി, തമിഴ്. 12 വയസ്സുള്ള ഒരു കുട്ടിയാണ്. തമിഴ് ഫിലിമാണിത്. അദ്ദേഹത്തിന് വേണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. ബെസ്റ്റ് ആന്തോളജി ഫിലിം ഡയറക്ടർ ശ്രീ ജിൻഡോ തെക്കിനിയത്ത, ഫിലിം ആമുഖങ്ങൾ. അദ്ദേഹത്തിന് വേണ്ടി ശ്രീ ജോൺസൺ പുരസ്കാരം ഏറ്റുവാങ്ങും. ജിൻഡോ തെക്കിനിയത്തിന് വേണ്ടി ശ്രീ ജോൺസൺ. ബെസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫിലിം ഡയറക്ടർ R. ശ്രീനിവാസൻ, ഫിലിം മാടൻ. ബെസ്റ്റ് ട്രഡീഷണൽ ക്ലാസിക്കൽ ഫിലിം ഡയറക്ടർ ഡോക്ടർ സന്തോഷ് സൗപർണിക, ചിത്രം ഭീമനർത്തകി. നമസ്കാരം. വളരെ സന്തോഷം തോന്നുകയാണ്. കാരണം ഇത് വളരെ വിശിഷ്ടമായൊരു പുലരിയാണ്. പ്രത്യേകിച്ചും എൻ്റെ ഭീമനർത്തകി എന്ന് പറയുന്ന ഈ ചിത്രത്തിന് ഈ വർഷം ലഭിക്കുന്ന 23ാമത്തെ പുരസ്കാരമാണിത്. ഭീമനർത്തകി അങ്ങനെ വളരെ ജൈത്രയാത്ര ചെയ്യുന്നു. അതിൻ്റെ കാരണക്കാരനായ എൻ്റെ നിർമ്മാതാവ് സജീവ് കാട്ടായിക്കോണം ചേട്ടൻ. സത്യത്തിൽ ഞാനും എൻ്റെ ക്രൂസും സജീവ് കാട്ടായിക്കോണം എന്ന് പറയുന്ന വമ്പൻ മരത്തോട് നന്ദി പറയുകയാണ്. പുലരി എന്ന് പറയുന്നത് ആദ്യമേ ഇവിടെ സംസാരിക്കുന്നത് കേട്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ജീവിത വിജയം നേടുവാനായിട്ട് ഓടുന്ന ഏതൊരു വ്യക്തിക്കും ഒരു പൊന്മഴ പോലെ പെയ്തിറങ്ങുന്ന ഒരു ദിനമാണ് പുലരി സമ്മാനിക്കുന്നത്. ഒരാൾ ജീവിതത്തിൽ വിജയം നേടുവാനായിട്ട് ഓടിക്കൊണ്ടിരുന്നു. അയാൾ ഇങ്ങനെ കാട്ടിലൂടെ ഓടിപ്പോകുന്ന സമയത്ത് അയാൾ നോക്കാം, പിന്നിലൊരു കടുത്തൊരു സിംഹം, ക്രൂരനായൊരു സിംഹം. കാര്യം വിജയത്തിന് വഴിമുടക്കുവാൻ ഒരു സിംഹം വരുന്നു. അയാൾ ഓടിപ്പോയി. പെട്ടെന്ന് അയാൾ കാല് തന്നെ വീഴുന്നത്
ഒരു കിണറിനകത്തേക്കാണ്, പൊട്ടക്കിണറ്റിനകത്തേക്ക്. ഇടയ്ക്ക് പൊട്ടക്കിണറ്റിനകത്തുള്ളൊരു വള്ളിയിൽ ഇയാൾ ചുറ്റി ഇങ്ങനെ തൂങ്ങിക്കിടന്ന് നോക്കുമ്പോൾ താഴെ ഒരു മൂർഖൻ പാമ്പ് ഇങ്ങനെ പത്തി പടർത്തി നിൽക്കുന്നു. ഇയാൾ ജീവിതത്തിന് വേണ്ടിയുള്ള ഓട്ടമായി. അയാൾ തലതിരിച്ച് നോക്കുമ്പോൾ കാണുന്ന മുകളിൽ ഒരു സിംഹമാണ് നിൽക്കുന്നത്. എന്തായാലും മരിക്കും എന്നുറപ്പായി, ജീവിത ലക്ഷ്യം നേടുന്നതിന് മരണപ്പെടും എന്ന് വിചാരിച്ച അയാൾ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു വലിയ കാറ്റിന് മുകളിലൂടെ പോവുകയും ഒരു ഇലയിൽ നിന്നും ഇറ്റുനിന്ന് ഒരു തുള്ളി വെള്ളം അയാളുടെ നെറുകയിലേക്ക് വീഴുകയും അത് ഇങ്ങനെ ഒലിച്ചിറങ്ങുമ്പോൾ അയാൾക്കൊരു കുളിർമയുണ്ടായി. അത് അയാളുടെ മൂക്കിലൂടെ നാവിലേക്ക് വന്നു ചേരുകയും അയാൾ ആ ജലം കുടിച്ചിറക്കുമ്പോൾ അയാൾക്കറിയാത്ത ഒരു ശക്തിവിശേഷം ഉണ്ടാവുകയും ചിന്തയുടെ വാതയാനങ്ങൾ തുറക്കപ്പെടുകയും അയാൾ എങ്ങനെയോ തൻ്റെ ചിന്തയും തൻ്റെ ഇച്ഛാശക്തിയും കൊണ്ട് അയാൾ തൻ്റെ 2 ശത്രുക്കളെയും പരാജയപ്പെടുത്തി മുന്നിലേക്ക് കുതിച്ചു എന്നും ഉപനിഷത്തിൽ ഒരു കഥയുണ്ട്. എനിക്ക് പറയുവാനുള്ളത്, ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ആൾക്കാരുടെ കൈകളിലേക്കും വച്ചു തന്നിരിക്കുന്ന ഈ പുരസ്കാരം എന്ന് പറയുന്നത് പുലരി നിങ്ങളുടെ നെറുകയിലേക്ക് ഇറ്റു തന്നിരിക്കുന്ന ജീവജലമാണ്. ഇത് നിങ്ങളുടെ നെറുകയിലൂടെ ഒലിച്ച് നിങ്ങളുടെ മൂക്കിലൂടെ ഒലിച്ച് നിങ്ങളുടെ നാവിലേക്ക് വന്ന് മുട്ടിയിരിക്കുന്നു. ഇതിൻ്റെ മധുരം നുണയുക. നിങ്ങൾ ഭാവിയിൽ ഒരുപക്ഷെ പത്മശ്രീയോ പത്മഭൂഷണോ പോലുള്ള പുരസ്കാരങ്ങൾ നേടുക, ഓസ്കാർ പോലുള്ള പുരസ്കാരങ്ങൾ നേടുക, ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടുക തുടങ്ങി നിങ്ങൾ ജീവിത വിജയം നേടുവാൻ കെൽപ്പുള്ളവരായി മാറട്ടെ. എല്ലാവരും സിനിമയുടെ വഴിയിൽ നിങ്ങളുടേതായ വഴികൾ വെട്ടി തുറക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പുലരി നൽകിയ ഈ നിമിഷം ഒരിക്കലും മറക്കണ്ട. ഇത് നിങ്ങൾക്ക് ഉന്മേഷത്തിൻ്റെ ദിനമാണ് സമ്മാനിച്ചിരിക്കുന്നത്. ഞാൻ 8 സിനിമകൾ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറാണ്. അപ്പോൾ എൻ്റെ അർദ്ധനാരി, മിഴി തുറക്കൂ തുടങ്ങിയ ചിത്രങ്ങൾ. അപ്പോൾ അന്ന് പുലരി ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ പുലരി വന്നു, ഭീമനർത്തകിയെയും പുലരി അംഗീകരിച്ചിരിക്കുന്നു. നന്ദി, നല്ല നമസ്കാരം, സന്തോഷം. നന്ദി ശ്രീ സന്തോഷ് സവർണിക. അടുത്തതായി ഡോക്ടർ ജെസ്സി കുട്ടനൂർ, നീതി ജസ്റ്റിസ് എന്ന ചിത്രത്തിനാണ് ബെസ്റ്റ് LGBTQ കമ്മ്യൂണിറ്റി ഫിലിം ഡയറക്ടർ ഡോക്ടർ ജെസ്സി കുട്ടനൂർ. Thanks to പുലരി TV അവാർഡ് കമ്മിറ്റി ആൻഡ് അവാർഡ് ജൂറി. ഒരുപാട് സന്തോഷം. പ്രമോദ് സാറായിട്ട് ഞാൻ ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട് ഫോണിൽ. ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഫിലിം എൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന 12ാമത്തെ അവാർഡാണ്, ഇൻ്റർനാഷണൽ അവാർഡാണ്. ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ തിയേറ്ററിലാണ് ഇത് റിലീസ് ചെയ്തത്. ഈ സ്ക്രീനിലാണ് എൻ്റെ സിനിമ ആദ്യമായിട്ട് പ്രദർശിപ്പിച്ചത്. ഈ അവാർഡ് ഞാൻ ഇവിടെ ജീവിക്കാനുള്ള അവകാശം ലഭിക്കാതെ മരിച്ചുപോയ ഒരുപാട് LGBT പേഴ്സൺസ് ഉണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ഈ അവാർഡ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക് യു എവരിബഡി. അടുത്തതായി ശ്രീ കൊട്ടാരക്കര രാധാകൃഷ്ണൻ, മാടൻ എന്ന ചിത്രത്തിലൂടെ ആക്ടർക്കുള്ള പുരസ്കാരം സ്പെഷ്യൽ ജൂറി പുരസ്കാരമാണ്. ആക്ട്രസ് അഞ്ജന മോഹൻ, ഫിലിം ഇരവൻ സിനിമയുടെ ഡയറക്ടർ അഞ്ജന മോഹന് വേണ്ടിയിട്ട് മികച്ച ആക്ട്രസിനുള്ള പുരസ്കാരം അഞ്ജന മോഹൻ, ഇരവൻ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹാവ്യക്തിത്വങ്ങളെ, നിങ്ങളുടെ മുന്നിൽ എനിക്കിങ്ങനെ ഒരു ഉപകാരം ലഭിക്കാൻ കഴിഞ്ഞാൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇറവൻ എന്ന എൻ്റെ സിനിമയുടെ 6ാമത് ഇൻ്റർനാഷണൽ അവാർഡാണിത്. ഇന്ന് ഇത് കൈപ്പറ്റേണ്ടത് അഞ്ജന മോഹനാണ്. നേരത്തെ നിശ്ചയിച്ചതുപോലെ ഒരു ഷോറൂമിൻ്റെ ഉദ്ഘാടനം തീരുമാനിച്ചത് കൊണ്ട് പോകേണ്ടി വന്നു. അതുകൊണ്ട് പുലരിയോട് ക്ഷമ ചോദിക്കണമെന്നും കൃത്യമായി പറഞ്ഞു. ഒപ്പം നന്ദിയും അറിയിക്കാൻ പറഞ്ഞു. ഈ അവാർഡ് സമ്മാനിച്ച
പുലരി ടി വിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ എൻ്റെ സിനിമാ സംരംഭം വളരെ മികച്ച രീതിയിലേക്ക് എത്തിക്കുവാനും എന്നോടൊപ്പം ചേർന്ന് നിന്ന HD സിനിമാ കമ്പനി ഡയറക്ടേഴ്സ് വിഷ്ണു കല്യാണി, അതുപോലെ സതീഷ് മരുതുങ്കൽ, ആ മഹത് വ്യക്തിത്വങ്ങൾ എന്നോടൊപ്പം ചേർന്ന് നിന്നപ്പോൾ എനിക്കൊരു മഹാസൃഷ്ടി ഉണ്ടാക്കുവാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ പ്രൊഡ്യൂസർ അതുൽ ടൈറ്റസ്, പുലരി ടി വിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു. സംഗീത സംവിധായകർക്കുള്ള പുരസ്കാരമാണ്. ആദ്യമായി ശ്രീ ഗോപൻ സാഗരി, ഫിലിം ഋതം. സംഗീത സംവിധായകർക്കുള്ള പുരസ്കാരമാണ്. ശ്രീമതി രഞ്ജിനി സുധീരൻ, ഫിലിം മാഡൻ. ആകാശവാണിയിലെ ഓഡിഷൻ്റെ ആർട്ടിസ്റ്റ് കൂടിയാണ് ശ്രീമതി രഞ്ജിനി സുധീരൻ, ഗായിക. ആകാശവാണിയിലെ ഓഡിഷൻ്റെ ആർട്ടിസ്റ്റ് കൂടിയാണ് ശ്രീമതി രഞ്ജിനി സുധീരൻ, ഗായിക. ഇങ്ങനെ ഒരു അവാർഡിന് എന്നെ അർഹയാക്കിയ പുലരി ടി വിക്ക് നന്ദി പറയുന്നു. കൂടാതെ ഇതിൻ്റെ ഡയറക്ടർ, മാഡൻ സിനിമയുടെ ഡയറക്ടർ ശ്രീ R. ശ്രീനിവാസനും നന്ദി പറയുന്നു. നന്ദി, സന്തോഷം. നന്ദി ശ്രീമതി രഞ്ജിനി സുധീരൻ.